ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അജ്ഞാതരാൽ കൊല്ലപ്പെടുന്ന ഭീകരവാദികളെക്കുറിച്ചുള്ള സൂചനകളാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ ട്രെൻഡിംഗ്. കാനഡയിൽ കൊല്ലപ്പെട്ട ഖലിസ്ഥാൻ ഭീകരവാദി ഹർദീപ് സിംഗ് നിജ്ജർ മുതൽ പാകിസ്ഥാനിൽ അജ്ഞാതരാൽ വധിക്കപ്പെട്ട ലഷ്കർ-എ ജബ്ബാർ സ്ഥാപകൻ ദാവൂദ് മാലിക് വരെ ഇന്ത്യയുടെ പരമാധികാരത്തെയും ദേശസുരക്ഷയെയും ചോദ്യം ചെയ്തവരാണ് ഈ വധിക്കപ്പെട്ടവർ. ആരാണ് ഇവരെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതെന്ന ചോദ്യം ഇങ്ങനെ സജീവമായി നിൽക്കുമ്പോഴാണ് കൊടും കുറ്റവാളിയും 1993 മുംബൈ സ്ഫോടനത്തിന്റെ സൂത്രധാരനുമായ ദാവൂദ് ഇബ്രാഹിമിനെ അജ്ഞാതർ വിഷം കൊടുത്തു എന്നും ആൾ ഗുരുതരാവസ്ഥയിൽ കറാച്ചിയിൽ ആശുപത്രിയിലാണെന്നും റിപ്പോർട്ടുകൾ വരുന്നത്. ഇതോടെ അജ്ഞാത കൊലയാളിയെക്കുറിച്ചുള്ള ചർച്ചകളും അഭ്യൂഹങ്ങളും സജീവമായി. എക്സ് പ്ലാറ്റ്ഫോമിൽ അൺനോൺ മെൻ, അതായത് അജ്ഞാത മനുഷ്യൻ എന്ന ഹാഷ്ടാഗിൽ പോസ്റ്റുകൾ ഇടുന്നത് ആയിരങ്ങളാണ്. ഈ ഹാഷ്ടാഗ് ട്വിറ്ററിൽ ട്രെൻഡിങ്ങിലുമുണ്ട്. അൺനോൺ മാനെ പ്രകീർത്തിച്ച് എക്സ് ആപ്പിൽ നിരവധി പേരാണ് കുറിപ്പെഴുതുന്നത്. മോനു സൂത്തർ, രാധിക ചൗധരി തുടങ്ങിയവരൊക്കെ അജ്ഞാതരെ പ്രകീർത്തിച്ച് കുറിപ്പെഴുതി. ഫേസ്ബുക്കിലും അജ്ഞാതരെ പറ്റി പ്രതികരണങ്ങളുണ്ടായി. ദാവൂദ് ഇബ്രാഹിം ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 8 മണിക്ക് പടമായി എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ടെന്ന് ധീരജ് ദിവാകർ ചേക്കാട്ട് പറയുന്നു. പാകിസ്ഥാനിൽ സംഘർഷം, അജ്ഞാതരെന്നാൽ സുമ്മാവ എന്നും ധീരജ് കുറിക്കുന്നു. ദാവൂദ് ഇബ്രാഹിം വിഷം ഉള്ളിൽ ചെന്ന് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ. വിഷം കൊടുത്തതിന്റെ പിന്നിലും അജ്ഞാതൻ എന്നാണ് അനോജ് കുമാർ റാന്നി പറയുന്നത്. ഭാരതത്തിലേക്ക് കൊണ്ടുവന്ന് ദാവൂദിന് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് സത്യനാഥൻ കോട്ടാച്ചേരിയുടെ അഭിപ്രായം. മികച്ച ചികിത്സ സർക്കാസമാണെന്ന സൂചനയിലാണ് കുറിപ്പ്. ഭാരതം കണ്ട ഏറ്റവും വലിയ ഭീകരൻ ദാവൂദ് ഇബ്രാഹിമിനെയും അജ്ഞാതൻ തീർത്തു കളഞ്ഞു എന്ന് അഡ്വക്കേറ്റ് ഹരികൃഷ്ണൻ കുറിച്ചു. ഭാരതത്തിനെതിരെ ആയുധമെടുത്തവർ മുഴുവൻ അജ്ഞാതനെ പേടിച്ച് നെട്ടോട്ടത്തിലാണെന്നും ഹരികൃഷ്ണൻ പറയുന്നു. വർഷങ്ങളായി പാകിസ്ഥാൻ അഭയം നൽകിയിരിക്കുന്ന ഭീകരനാണ് ദാവൂദ് ഇബ്രാഹിം. 1993 മുംബൈ സ്ഫോടനത്തിന്റെ സൂത്രധാരൻ. ദാവൂദ് ഇബ്രാഹിം ആശുപത്രിയിലായെന്ന വാർത്തയ്ക്ക് പിന്നാലെ പാകിസ്ഥാനിൽ ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിച്ചിരിക്കുകയാണ്. ദാവൂദിന്റെ ബന്ധുക്കളെ ഉദ്ധരിച്ച് ടൈംസ് നൗ നൽകിയത് ഈ വാർത്ത തെറ്റാണെന്ന റിപ്പോർട്ടാണ്. ദാവൂദിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും വിഷം ഉള്ളിൽ ചെന്നു എന്ന വാർത്ത തെറ്റാണെന്നാണ് റിപ്പോർട്ട്. 2016 തന്നെ പാകിസ്ഥാനിൽ ദാവൂദിന്റെ 6 വിലാസങ്ങൾ ഐക്യരാഷ്ട്ര സംഘടന സ്ഥിരീകരിച്ചിരുന്നു. പാക് ദേശീയ ഏജൻസികളുടെ സംരക്ഷണയിലാണ് ദാവൂദ് ഉള്ളതെന്നും ഈ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. 2019 ദാവൂദിനെ വിട്ടുനൽകണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. എന്നാൽ ദാവൂദ് രാജ്യത്തില്ലെന്ന് പാകിസ്ഥാൻ മറുപടി നൽകുകയും ചെയ്തു. തൊട്ടടുത്ത വർഷം 2020 ദാവൂദ് കറാച്ചിയിലുണ്ടെന്ന് പാകിസ്ഥാൻ വെളിപ്പെടുത്തി. ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ കരിമ്പട്ടികയിൽ ഉൾപ്പെടാതിരിക്കാനായിരുന്നു ഈ വെളിപ്പെടുത്തൽ. വിശദമായ വിലാസവും പാകിസ്ഥാൻ പുറത്തുവിട്ടു. എന്നാൽ മണിക്കൂറുകൾക്കകം ഈ വെളിപ്പെടുത്തൽ പാകിസ്ഥാൻ തിരുത്തി. ദാവൂദ് ഇബ്രാഹിം കറാച്ചിയിൽ കുടുംബത്തോടൊപ്പം താമസിക്കുകയാണെന്ന് ഈ വർഷം ജനുവരിയിൽ ദാവൂദിന്റെ സഹോദരീ പുത്രൻ NIA ക്ക് മൊഴി നൽകിയിരുന്നു. ദാവൂദിന് 2ാം ഭാര്യയുണ്ടെന്നും ഇയാളുടെ മൊഴിയിൽ പറയുന്നു.